ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെയൊക്കെ അടുക്കളയിലെ മെയിൻ വില്ലനാണ് അരിപ്പ. എത്ര ക്ലീൻ ചെയ്താലും അതിലെ കറകൾ പോകാതെ ഇങ്ങനെ പറ്റി പിടിച്ചുകൊണ്ടേയിരിക്കും. ഒരു ദിവസം കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇറിറ്റേഷൻ. ചായ അരിച്ചാലുണ്ടോ നന്നായിട്ട് കിട്ടത്തുമില്ല. അപ്പോൾ നമുക്ക് ഇതിനൊരു പരിഹാരമായിട്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെ നന്നായിട്ട് പുത്തൻ പോലെ നമ്മുടെ അരിപ്പ വൃത്തിയാക്കി എടുക്കാം എന്നാണ് നമ്മൾ കാണുന്നത്. വീഡിയോയിലേക്ക് പോകാം. അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും ശ്രദ്ധിക്കണേ. ഒരുപാട് ഉരച്ചുരച്ച് മെനക്കെടാതെ തന്നെ ചായ അരിപ്പയിലെ കറകൾ നമുക്ക് ഈസി ആയിട്ട് കളഞ്ഞെടുക്കുവാനായി സാധിക്കും. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് അല്പം ബേക്കിംഗ് സോഡ എടുക്കുക. കൃത്യമായി അളവ് വേണമെങ്കിൽ 1-2 സ്പൂൺ വരെ നമുക്ക് ചേർക്കാം. അതോടൊപ്പം തന്നെ വിനാഗിരിയും ഇതേ അളവിൽ ചേർക്കുക. കൂടാതെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് 2 തുള്ളി ഇതിനോടൊപ്പം ചേർക്കുക. ശേഷം നന്നായി വെട്ടിത്തിളച്ച വെള്ളം ഈ ഒരു മിശ്രിതത്തിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ വെള്ളത്തിലേക്ക് 1-2 മണിക്കൂർ നേരത്തേക്ക് ഈ ചായയുടെ അരിപ്പകൾ നമുക്ക് ഇട്ടുവെക്കാവുന്നതാണ്. 2 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഈ അരിപ്പ നന്നായിട്ട് തേച്ച് കഴുകുകയാണെങ്കിൽ ഒരു ബ്രഷ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് തടവി കൊടുത്താൽ മതി. നല്ല ഭംഗിയായിട്ട് അതിലെ കറകളൊക്കെ പോയി കിട്ടും. അധികം സമയം കളയാനില്ലാത്തതുകൊണ്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഈ കുതിർത്ത് വെച്ചിരിക്കുന്നതിൽ നിന്നും അരിപ്പ എടുത്ത് തേച്ച് കഴുകാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഇത്തിരി സാവകാശത്തിൽ ഈ കറകൾ പോകുന്നത് കേട്ടോ. ഒരു 2 മണിക്കൂറൊക്കെ നമ്മൾ കുതിർത്ത് വെക്കുകയാണെങ്കിൽ വളരെ സ്പീഡിൽ ഈ കറകൾ മുഴുവനും പോകും. പിന്നെ അല്പം പോകാൻ പ്രയാസമുള്ളത് ഈ സൈഡിൽ മാത്രം ഇരിക്കുന്ന കറകളാണ്. അവ കുറച്ചും കൂടി നേരം നമ്മൾ ഒരല്പസമയം കൂടി കൂടുതൽ ഇട്ട് വെക്കുകയാണ് എങ്കിൽ നല്ല വൃത്തിയായിട്ട് തീരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. സൊല്യൂഷൻ ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് വഴി നമ്മുടെ അരിപ്പയിലെ സർവ്വ കറകളും മാറി നല്ല ക്ലീൻ ആയിട്ട് അരിപ്പ തീരും. അത് നമുക്കിപ്പോൾ ലൈവായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ എങ്ങനെയാണോ കടയിൽ നിന്ന് വാങ്ങിയപ്പോൾ ലഭിച്ച അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ആക്കി എടുക്കുന്നതിന് വേണ്ടി ഈ സൊല്യൂഷൻ സഹായകമാണ് കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പ്ലാസ്റ്റിക് അരിപ്പകളാണെങ്കിൽ കുറച്ച് ചൂട് കുറവുള്ള വെള്ളത്തിലേക്ക് വേണം മുക്കി വെക്കേണ്ടത്. ഇതുപോലെ നന്നായിട്ട് അരിപ്പ നമ്മൾ കഴുകിയെടുത്തതിന് ശേഷം ഒരിക്കൽ കൂടി ചൂടുവെള്ളത്തിൽ 2-3 മിനിറ്റ് മുക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. കാരണം എന്തെങ്കിലും തരത്തിലുള്ള വിനാഗിരിയുടെ പ്രസൻസ് ഇതിൻ്റെ അകത്തുണ്ട് എങ്കിൽ അവ ഇല്ലായ്മ ചെയ്യുന്നതിന് ഈ ചൂടുവെള്ളത്തിൽ വെക്കുന്നത് വളരെ നല്ല കാര്യമാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കണേ, കമൻറ്റ് ചെയ്യണേ. ഒപ്പം തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും ശ്രദ്ധിക്കുമല്ലോ. താങ്ക്